14 വാക്യവും നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 1 വാക്യവും 14 അധ്യായം 14 വാക്യവും നമുക്ക് ഒന്ന് വായിക്കാം. സ്തോത്രം. വായിച്ചാട്ടെ എടുത്തവർ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തിരുവഴുത്തിൽ ദൈവം തൻ്റെ ജനത്തെ നോക്കി പറയുന്ന ഒരു വാക്ക് യോഹന്നാനിലൂടെ എഴുതി വച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അടുത്ത 14:14. നിങ്ങളുടെ ഹൃദയം കലങ്ങാതെ വിശ്വാസത്തോടെ നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് അപേക്ഷിച്ചാലും ഞാൻ അത് നിങ്ങൾക്ക് ചെയ്തു തരും. ആർക്ക്? ദൈവത്തിൻ്റെ വചനമനുസരിച്ച് കർത്താവിനെ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്നവർക്ക് സർവശക്തനായ ദൈവം അത് നിവർത്തിച്ചു തരും. സ്വത്രം. അതുകൊണ്ട് പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന മാർത്തയ്ക്ക് സമമായിരിക്കാതെ നല്ല അംശം തിരഞ്ഞെടുത്ത മറിയയെപ്പോലെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ കണ്ണുനീര് തുടയ്ക്കും. എൻ്റെ വേദനകളെ ആശ്വാസമായി മാറും. അവൻ എനിക്ക് വേണ്ടതെല്ലാം നൽകി തന്ന് നിറയ്ക്കും. ആ ഒരു വിശ്വാസം അകത്ത് ഉറപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. സ്തോത്രം. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 2 അധ്യായം 2-3 വാക്യം ഒന്ന് വായിക്കുക. സ്വത്രം. നോക്ക്. അപ്പം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്തുണ്ടായിരിക്കണം എന്നറിയാമോ? നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം. കാരണം എൻ്റെ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവിൽ നീ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിനോട് കൂടെ നിൽപ്പാൻ നീ തയ്യാറായിട്ടുണ്ടെങ്കിൽ, നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരിക തന്നെ ചെയ്യും. മലാക്കി പ്രവാചകന്റെ പുസ്തകം 2 അധ്യായം 2 മുതൽ. സ്തോത്രം. വായിച്ചേ. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിന്, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യാഞ്ഞാൽ, സ്തോത്രം, നിങ്ങളുടെ ഇടയിൽ ശാപമയക്കും. സ്വത്രം. ഇന്ന് രാത്രിയിൽ വ്യക്തമായി ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുകയാണ്. എൻ്റെ വചനം കേട്ടനുസരിക്കാതെ നിങ്ങളുടെ ബോധിച്ച വഴിയിൽ നിങ്ങൾ യാത്ര ചെയ്താൽ നിങ്ങളുടെ ഇടയിൽ ഞാൻ ശാപത്തെ അയക്കും. സ്വത്രം. ഇന്ന് രാത്രികാലം വ്യക്തമായി ഒന്ന് പറയട്ടെ. നമ്മുടെ ചുറ്റുപാടുകൾ നാം പലരെയും കാണാറുണ്ട്. ഇങ്ങനെ പറയും, എൻ്റെ ജന്മം ഇങ്ങനെയായിപ്പോയി, ഇനി ഞാൻ ഒരിക്കലും ഉയർച്ച പ്രാപിക്കത്തില്ല, എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ശാപം വലുതാണ്, അത് ഇനി ഒരിക്കലും നീങ്ങിപ്പോകയില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മേലുള്ള ശാപം നീക്കേണ്ടതിന്, പാപം മാറ്റേണ്ടതിന്, സ്വർഗോന്നതങ്ങൾ വെടിഞ്ഞ് താണലോകത്തിലേക്ക് കടന്നു വന്ന യേശുവിന് കഴിയും. സ്തോത്രം. അങ്ങനെ യേശു നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം നീ യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ സകല പ്രതിസന്ധികളും സകല പ്രതികൂലങ്ങളും നീങ്ങിപ്പോകും. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി പറയുന്നു, കേട്ട് അനുസരിക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്തോത്രം, എന്താണ് കേൾക്കേണ്ടത്? ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ വചനം കേൾക്കണം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാ. അങ്ങനെ അത് നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് ജീവങ്കിലേക്ക് നിന്നെ കൈപിടിച്ചുയർത്തും. സ്തോത്രം. അങ്ങനെ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പോഷന്മാർക്ക് മനസ്സിലാകത്തില്ല, ആത്മാവ് ഉള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ, ദൈവിക പരിജ്ഞാനമുള്ളവർക്കേ മനസ്സിലാകത്തുള്ളൂ. കാരണം പോഷത്വമായി ലോകജ്ഞാനികൾക്ക് തോന്നുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ മക്കൾക്ക് അത് ശ്രേഷ്ഠകരമായി. സ്തോത്രം. സ്തോത്രം. നോക്കേ, ഒന്ന് വായിച്ചേ. സ്തോത്രം. ആവർത്തന പുസ്തകം 8 അധ്യായം 2-16 വാക്യം. ആവർത്തന പുസ്തകം 8 അധ്യായം 2 വാക്യവും 16 വാക്യവും. സ്തോത്രം.
നമുക്ക് കേട്ട് അനുസരിക്കുന്നവർക്ക് സർവശക്തനായ ദൈവം കൊടുക്കുന്ന മഹത്വം, ഉയർച്ച, ആ നന്മ അത് ചെറുതൊന്നുമല്ല. പക്ഷെ പലപ്പോഴും ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കാൻ തയ്യാറാകാതെ, അത് പ്രകാരം ജീവിപ്പാൻ തയ്യാറാകാതെ, അത് പ്രകാരം യാത്ര ചെയ്യാൻ തയ്യാറാകാതെ ഒത്തടുത്തൊത്ത് നീ യാത്ര ചെയ്യുമ്പോൾ നീ ആഗ്രഹിക്കുന്ന ദൈവിക സന്തോഷവും സമാധാനവും നിനക്ക് ലഭിക്കാതെ പോകും. എന്നാൽ വ്യക്തമായി പറയട്ടെ, നീ ചോദിക്കുന്നതിലും നീ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി തന്നു നിറപ്പാൻ കഴിവുള്ളവനായ കർത്താവിൽ നീ ആശ്രയിച്ച് നിൻ്റെ ആവശ്യങ്ങളെ അവനോട് പറയാൻ തയ്യാറായാൽ നീ ഒരിക്കലും ലോകരുടെ മുമ്പിൽ തലകുനിച്ച് നടക്കേണ്ടി വരത്തില്ല. ഈ നാളിൽ നിൻ്റെ ജീവിതത്തിൽ അല്പഭാരവും പ്രയാസവും ഉണ്ടായെന്ന് കരുതി ആ എല്ലാ കാലത്തും ആ ഭാരവും പ്രയാസവും നിൻ്റെ കൂടെ ഇരിക്കത്തില്ല. അല്പകാലം പരിഹാസം നീ അനുഭവിക്കേണ്ടി വന്നു എന്ന് കരുതി എല്ലാ കാലത്തും പരിഹാസത്തിൽ നീ വീണ് കിടക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. അല്പശരീരത്തിൽ രോഗാത്മാവിൻ്റെ മണ്ഡലം കടന്നു വന്നെന്ന് കരുതി എല്ലാ കാലത്തും നീ രോഗിയായിരിക്കാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. വിശ്വസിച്ചുകൊണ്ട് നീ പറയണം, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ എനിക്ക് യേശുവുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല എന്ന് നോക്കെ വ്യക്തമായി നാം തിരിച്ചറിയണം. സ്തോത്രം. രോഗം ബാധിച്ച് എല്ലാവരാലും വെറുക്കപ്പെട്ടവനായി, സ്തോത്രം, ഓട്ടുകഷ്ണം കൊണ്ട് ശരീരത്തിലെ വ്രണത്തിൽ ചൊറിഞ്ഞ് പുഴുക്കൾ താഴേക്ക് വീഴുന്നത് കണ്ടിട്ടും ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങനെ തന്നെ ഇല്ലാതായാലും ദേഹസഹിതനായി ഞാൻ എൻ്റെ പ്രിയനെ കാണും. സ്തോത്രം. ഇയ്യോബിൻ്റെ വിശ്വാസം അത് പൂർണ്ണമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവനെ പിന്തിരിപ്പിക്കാൻ വന്നവർ പിന്മാറി. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇയ്യോബിൻ്റെ വായിൽ നിന്ന് കേട്ട വാക്കിന് മുമ്പിൽ ഇറങ്ങി വന്ന് അവനുണ്ടായിരുന്ന ഇരട്ടി കൊടുത്ത് മാനിപ്പാൻ മനസ്സുണ്ടായെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, ലോകത്തിലേക്ക് നോക്കാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നീ ഒന്ന് പറഞ്ഞു നോക്ക്. നീ പറയുന്ന നിന്റെ വാക്കിൻ്റെ മുമ്പിൽ സ്വർഗത്തിലെ പ്രവൃത്തി വെളിപ്പെടുന്നത് കാണാൻ കഴിയും. ഒന്നിനും യോഗ്യതയില്ലാത്ത മുക്കുവന്മാരെ കൊണ്ട് സ്തോത്രം യേശു ചെയ്ത അതേ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം സഹായിച്ചെങ്കിൽ ഇന്ന് രാത്രി വ്യക്തമായി പറയട്ടെ, നീ ചോദിക്കുന്നതിലും നീ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരി നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ സ്വർഗം നിന്നെ വിളിച്ചെങ്കിൽ ആ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് നീ അവൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ മനസ്സുണ്ടെങ്കിൽ സ്വർഗം നിന്നെ ഉയർത്തി മാനിക്കുമ്പോൾ ലോകം നിന്നോട് കൂടെ വരും. ഒരു പക്ഷെ നിനക്ക് തോന്നാം, എനിക്ക് ആവശ്യമായ വിദ്യാഭ്യാസമില്ല, ആവശ്യമായ ലോക പരിജ്ഞാനമില്ല, ബൈബിളിലെ ജ്ഞാനം എനിക്കില്ല. പക്ഷേ ഇന്ന് രാത്രികാലം പറയട്ടെ, കുഞ്ഞൻ ലോകത്തിൽ തിരഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പറ്റത്തില്ല. തിരുവെഴുത്ത് വായിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നിനക്ക് കാണാൻ കഴിയും. നമുക്ക് വായിക്കാം ആവർത്തന പുസ്തകം, സ്തോത്രം, 8-ാം അധ്യായം 2-16 വാക്യം. പ്രൈസ് ദി ലോർഡ്. 8:2. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദൈവമായ യഹോവ നിൻ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുമോ ഇല്ലയോ എന്നറിയുവാനും നിന്നെ പരീക്ഷിച്ച് നിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന അറിയുവാനും. നോക്കേ, നിൻ്റെ ഹൃദയത്തിൻ്റെ ചിന്തകളും വിചാരങ്ങളും നിരൂപണങ്ങളും എന്താകും എന്ന് സർവശക്തൻ നോക്കിയിട്ട് നീ എന്ത് പറയും എന്ന് കേൾക്കാൻ വേണ്ടി നിന്നെ ചില സമയങ്ങളിലൊക്കെ ഒന്ന് താഴ്ത്തും. സ്വത്രം. അത് എല്ലാ കാലത്തെയും താഴ്ചയ്ക്കല്ല, ആ താഴ്ചയിൽ നീ ദൈവത്തിങ്കിലേക്ക് നോക്കുമോ എന്ന് അറിയാൻ വേണ്ടിയാ. സ്വത്രം. നിൻ്റെ വീഴ്ചയിൽ നീ ദൈവത്തിൽ ആശ്രയിക്കുമോ എന്നറിയാൻ വേണ്ടിയാ. ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ നീ ആ താഴ്ചയിൽ കിടന്ന് അയ്യം വിളിക്കേണ്ടി വരത്തില്ല. നിന്നെ അവൻ ഉയർത്തി മാനിക്കും. സ്തോത്രം. എന്താണ് അടുത്ത പറയുന്നത്? സ്തോത്രം. പരിശോധനകൾ ജീവിതത്തിന് നേരെ കടന്നു വന്നപ്പോൾ
രോഗം ജീവിതത്തിന് നേരെ കടന്നു വന്നപ്പോൾ, സാമ്പത്തിക പ്രതിസന്ധി ജീവിതത്തിന് നേരെ കടന്നു വന്നപ്പോൾ, നിന്ദയും പരിഹാസവും ജീവിതത്തിന് കടന്നു വന്നപ്പോൾ, പട്ടിണിയും ദാരിദ്ര്യവും ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, നീ തകർന്നു പോകാതെ ഇരുന്നത്, നീ ക്ഷീണിച്ചു പോകാതെ ഇരുന്നത്, നീ ദേശത്ത് തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഓടാതെ ഇരുന്നത്, നിന്നെ നിർത്തിയത് ദൈവമായതുകൊണ്ടാ. ആ ദൈവത്തിൽ നീ പൂർണ്ണമായി ആശ്രയിക്കണം. അവൻ ഒരു നാളും നിന്നെ കൈവിടത്തില്ല, നിന്റെ സന്തതിയെ കൈവിടത്തില്ല, നിന്റെ കൂട്ടാളിയെ കൈവിടത്തില്ല. നിന്റെ ഭവനത്തിൽ നിന്ന് നിന്നെ തള്ളിക്കളയത്തില്ല. നീ ആ ഭവനത്തിനകത്ത് തന്നെ നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തുവാൻ എൻ്റെ കർത്താവ് നിന്റെ കൂടെ ഇരിക്കും. സ്വന്തം പിതാക്കന്മാരെ നാം ഒന്നെടുത്ത് പഠിച്ചാൽ ഒരു നല്ല കിടക്കാടം ഉണ്ടായിരുന്നില്ല, ഒരു നല്ല ജീവിത സാഹചര്യം ഉണ്ടായിരുന്നില്ല. അവർ എന്നാലും ദൈവത്തെ ആരാധിപ്പാൻ മറന്നു പോയില്ല. അതുകൊണ്ട് പിൽക്കാലത്ത് അവരിലൂടെ, അവരുടെ തലമുറയിലൂടെ അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളിൽ സ്വർഗത്തിലെ ദൈവം അവരെ കൊണ്ടെത്തിച്ചതുപോലെ കുഞ്ഞ് ഈ കാലത്തും നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ യേശു കൂടെ ഉണ്ടെന്ന് വിശ്വസിക്ക്. അക്കാലത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു കാലമാ ദൈവം നിനക്കും തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിന്നിൽ വരും കാലം വരെയും ഒരു ശത്രു നിന്നെ തകർത്ത് കളയുവാൻ സ്വർഗം വിട്ടുകൊടുക്കത്തില്ല. സ്വത്രം നോക്ക് താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നന്മ ചെയ്യേണ്ടതിന് നിന്നെ നടത്തിയ വിധങ്ങളെയും കരുതിയ നന്മകളെയും നീ ഓർക്കാനാ ദൈവം പറയുന്ന സ്വത്രം. നല്ലൊരു ആഹാരം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനില്ല, നല്ലൊരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനില്ല, എന്നും കുറേ ദാരിദ്ര്യം മാത്രം ജീവിതത്തിൽ കടന്നു വന്നിട്ട് ഈ കഷ്ടം എന്ന് മാറും, ഈ വേദന എന്ന് മാറും. ചുറ്റുപാടുമുള്ളവരൊക്കെ നല്ല വസ്ത്രമെടുക്കുന്നു, നല്ല ആഹാരം കഴിക്കുന്നു, നല്ല വീട്ടിൽ കിടക്കുന്നു. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഒന്നിനും കൊള്ളാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ദൈവമേ, ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരികയില്ലയോ എന്ന് പറഞ്ഞ് സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ആര് നിലവിളിച്ചിട്ടുണ്ടോ അവരെ നിലവിളി കേട്ട് സ്വർഗം തക്ക സമയത്ത് മറുപടി കൊടുത്ത് മാനിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രികാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാങ്കിലല്ല ആശ്രയിക്കേണ്ടത്, ധനാട്യന്മാരല്ല ആശ്രയിക്കേണ്ടത്, സഭയിലല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം തരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കണം. ദാനിയേല് ഇസ്രായേൽ ജനത്തിന് വേണ്ടി 21 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു. സ്വത്രം 21 ദിവസം പ്രാർത്ഥിച്ചിട്ടും ദാനിയേലിന് മറുപടി വന്നില്ല. അതുകൊണ്ട് ദാനിയേൽ ഇനി പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന നടത്തി എഴുന്നേറ്റ് പോയില്ല. ദാനിയേലിനറിയാം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന ദിവസമുണ്ടാകും. അവൻ വെളിപ്പെടുന്ന സമയം വരെയും ഞാൻ അവൻ്റെ സന്നിധിയിൽ പിന്മാറത്തില്ല, എൻ്റെ പ്രാർത്ഥന ഞാൻ നിർത്തത്തില്ല. ഇന്ന് രാത്രിയിൽ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ മടുത്തു പോകാതെ, സ്തോത്രം, മടുത്തു പോകാതെ നീ ദൈവത്തിൽ നിൻ്റെ വിഷയം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. സ്തോത്രം, മറുപടി തരാതെ എൻ്റെ ദൈവം പോകത്തില്ല. സ്വത്രം, നിന്റെ പ്രാർത്ഥന ദൈവസന് ധൂപമായി ചെല്ലുമ്പോൾ സ്വർഗം അവിടെ നിറങ്ങി വരും. ഇന്ന് രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, ദാനിയേലോട് ദൈവം പറഞ്ഞതുപോലെ കുഞ്ഞ് നിന്നോടും ദൈവം പറയും, സോറി മോനെ, സോറി മോളെ, ഞാൻ നിനക്ക് വേണ്ടി മറുപടിയുമായി വന്നിരിക്കുന്നു. താമസിച്ചാൽ എന്നോട് ക്ഷമിക്കുന്നു പറയാൻ കഴിവുള്ള മനസ്സുള്ള ഒരു ദൈവത്തെയാ നീയും ഞാനും ആരാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി സകലതും വെടിഞ്ഞ്, സ്വർഗലോകം വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന് നിന്നെ നീയാക്കി, എന്നെ ഞാനാക്കി, നമ്മെ എല്ലാം ആക്കി തീർത്തവൻ എന്നയോളം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടണ്ട. എന്തെല്ലാം മാരകരോഗം കടന്നു വന്നാലും, എന്തെല്ലാം പ്രതിസന്ധി ജീവിതത്തിന് രാഞ്ഞടിച്ചാലും, എന്തെല്ലാം തകർച്ചകൾ ജീവിതത്തിൽ ഒന്നൊന്നായി നാം കണ്ടാലും നിന്നെ അതൊന്നും തൊടുകയില്ല. അത് നിന്നെ ജയിക്കും, അത് നിന്നെ ജയിക്കും. നീ അതിനെ ജയിക്കും. നിന്റെ കാൽ കീഴിലാക്കി, സ്വത്രം, നീ അതിനെ കാൽ കീഴിലാക്കി ചതച്ചരച്ചുകൊണ്ട് നീ പറയും, എൻ്റെ ദൈവം ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു എന്ന്. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ സ്വത്രം, ലോകം നിന്റെ മുമ്പിൽ പകച്ചു നിൽക്കും, ലോകം നിന്നെ ചേർത്ത് പിടിക്കും. ഈ രാത്രി പറയുകയാണ്, നിന്നെ താഴ്ത്തി പരീക്ഷിച്ചത് സ്വത്രം നിന്നെ തള്ളിക്കളയാനല്ല, നിന്നെ ഉയർത്തി മാനിക്കാനാ. അങ്ങനെങ്കിൽ 16-ാം വാക്യം വായിച്ചേ.
സ്തോത്രം. നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പുലർത്തപ്പെട്ടെങ്കിൽ, കുഞ്ഞേ, നിന്റെ പിതാക്കന്മാർ ദൈവത്തിൻ്റെ മഹത്വം കണ്ടെങ്കിൽ നീയും കാണും. സ്തോത്രം. നിന്നെ ദൈവം തള്ളിക്കളയത്തില്ല. സ്തോത്രം. ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഒരു നാളും എന്തെല്ലാം പ്രതികൂലങ്ങളിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും അവയൊന്നും മുക്കിക്കളയാതെ നിന്നെ ഞാൻ എൻ്റെ ഉള്ളങ്കരത്തിൽ വഹിക്കും. പിതാക്കന്മാരുടെ ദൈവം നിന്റെ ദൈവമാ. അവൻ നിന്നോട് ചെയ്ത വാഗ്ദത്തം ഒരു നാളും മാറിപ്പോകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിച്ച് അതുപ്രകാരം ദൈവത്തോട് കൂടെ നിൽപ്പാൻ നീ തയ്യാറായാൽ നിന്റെ ജീവിതത്തിൽ താഴ്ചയല്ല ഉയർച്ച പ്രാപിക്കുന്നത് കാണാൻ കഴിയും. നമുക്ക് വായിക്കാം. സ്തോത്രം. യോനായുടെ പുസ്തകം 3-ാം അധ്യായം 4 മുതലുള്ള വാക്യം. പ്രൈസ് ദി ലോർഡ്. യോനായുടെ പുസ്തകം 3-ാം അധ്യായം 4 മുതലുള്ള വാക്യം നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. ദൈവത്തിൻ്റെ ദാസനായ യോന, സ്തോത്രം, നോക്ക്, നിനവെ പട്ടണക്കാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അല്പകാലം കഴിയുമ്പോൾ, വായിച്ച മക്കളെ, 3-ാം അധ്യായം 4-ാം വാക്യം മുതൽ. യോന നഗരത്തിൽ കടന്ന് ഒരു വഴി ചെന്ന് ഇനി 40 ദിവസം കഴിയുമ്പോൾ നിനവേ പട്ടണം ഉന്മൂലമാകും. 40 ദിവസം കഴിയുമ്പോൾ ഈ പട്ടണം നശിച്ച് ഇല്ലാതെയാകും. സ്വത്രം. നോക്ക്, നിനവേ പട്ടണത്തിലെ ജനത്തോട് നോക്ക്, യോന വിളിച്ചു പറയുമ്പോൾ, സ്വത്രം, യോന വിളിച്ചു പറയുമ്പോൾ, സ്വത്രം, നിനവേ പട്ടണക്കാർ പകച്ചു നിന്നുപോയി. സ്തോത്രം. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നു എന്നവർ മനസ്സിലാക്കിയിട്ട്, സ്തോത്രം, ആ പട്ടണം മുഴുവനും ദൈവസന് നെടുമ്പാട് വീണു. സ്തോത്രം. ദൈവത്തിൻ്റെ ന്യായവിധി മാറണമെങ്കിൽ നീ ദൈവസനിൽ ഇടിവ് നിന്നാൽ മാത്രം മതി. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. സ്തോത്രം. ദേശത്ത് ഇടിവ് നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് സർവശക്തനായ ദൈവം സ്വർഗത്തുനിന്ന് നോക്കുന്നുവെന്ന്. അങ്ങനെയാണെങ്കിൽ ദേശത്ത് ഇടിവ് നിൽക്കുന്ന നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. നീ അറിയാതെ സർവശക്തനായ ദൈവം ഭൂമിയിൽ ഒന്നും ചെയ്യത്തില്ല. സ്തോത്രം. നോക്ക്, ലോത്തിനെ കുറിച്ച് നമുക്കൊന്ന് പഠിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ, സ്തോത്രം, ലോത്തും കുടുംബവും, സ്തോത്രം, നോക്ക്, സൊദോം പട്ടണത്തിൽ താമസിക്കുമ്പോൾ, സ്തോത്രം, സർവശക്തനായ ദൈവം ആ പട്ടണത്തിൻ്റെ പാപം വലിയതെന്ന് കണ്ടിട്ട് ആ പട്ടണം നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ദാസനായ അബ്രഹാം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടും അവൻ്റെ കൂടപ്പറപ്പ് ആ ദേശത്ത് പാർക്കുന്നത് കൊണ്ടും സ്വർഗം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ സൊദോം ഗൊമോറ പട്ടണത്തെ നശിപ്പിക്കും. അതിനു മുമ്പ് അവിടുന്ന് ആരെങ്കിലും രക്ഷപ്പെടുത്താനുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തിക്കൊള്ളുക. ആ പട്ടണം നീതിമാന്മാരുടെ പട്ടണമല്ല, അനീതി ചെയ്യുന്നവരുടെ പട്ടണമാ. പാപം പെരുകി മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന്, സ്വത്രം, ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിന് വിരോധമായി മാറിയിരിക്കുന്നു. അബ്രഹാം ദൈവസന് നെടുമ്പാട് വിടിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ദൈവമേ, ആ പട്ടണത്തിൽ 100 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണം നശിപ്പിക്കുമോ? ഒക്കെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അബ്രഹാമിനോട് പറയുന്നത്, ഇല്ല മോനെ, 100 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണം നശിപ്പിക്കില്ല. 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ഇല്ല മോനെ, നശിപ്പിക്കത്തില്ല. 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ? ഇല്ല മോനെ, നശിപ്പിക്കില്ല. എന്തുകൊണ്ടാണ്? തന്നെ സേവിക്കുന്ന, തൻ്റെ വചനമനുസരിക്കുന്ന തൻ്റെ മക്കൾ ആ ദേശത്തുണ്ടെങ്കിൽ ദേശത്തൊരനർത്ഥം വരുമ്പോൾ തൻ്റെ മക്കളെ സ്വർഗത്തിലും സുരക്ഷിതമായി കാക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അബ്രഹാം വാവിട്ട് പൊട്ടിക്കരഞ്ഞു. ആരും നീതിമാന്മാരായി ആ പട്ടണത്തിൽ ഇല്ലല്ലോ. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എൻ്റെ ഒരു കൂടപ്പുറപ്പും കുടുംബവും അവിടെ ഉണ്ട്. അങ്ങയ്ക്ക് മനസ്സലിവ് തോന്നി അവരോട് കരുണ തോന്നണം. സ്തോത്രം. നോക്ക്, ദൈവം അവനോട് കരുണ തോന്നി. എന്തുകൊണ്ടെന്നറിയാമോ? അവനു വേണ്ടി പ്രാർത്ഥിച്ച ഒരബ്രഹാമിൻ്റെ പ്രാർത്ഥന, ലോത്തിനു വേണ്ടി പ്രാർത്ഥിച്ച ഒരബ്രഹാമിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയത് കൊണ്ടാ. ഇന്ന് രാത്രി വ്യക്തമായി പറയട്ടെ, നീ നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, നിന്റെ കൂട്ടാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, അവിടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, അവിടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, അവിടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, നിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ട് കഴിഞ്ഞാൽ നീ ആഗ്രഹിക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. എന്നാൽ പലപ്പോഴും പ്രാർത്ഥിപ്പാൻ കഴിയാതെ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ കഴിയാതെ, ലോകത്തിലെ മനുഷ്യരെ നോക്കിയിട്ട്, ലോകത്തിലെ പ്രവർത്തികൾ കണ്ടിട്ട് വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ട് നീ കരഞ്ഞും വിലപിച്ചും നടക്കുക ചെയ്യുന്നത്. എന്നാൽ ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകിത്തരാമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവത്തിൻ്റെ കരത്തിൽ നീ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരും. സർവശക്തനായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, ഞാൻ അവനെ രക്ഷിക്കാം. സ്വത്രം. ലോത്തിനും കുടുംബത്തിനും ദൈവം ഒരവസരം കൊടുത്തു. സ്വത്രം. എന്താണ് കൊടുത്ത അവസരം? ഈ ലോകം, ഈ ദേശം വിട്ടേച്ച് സ്വത്രം നീ ഇവിടം വിട്ട് ഓടണം. സ്വത്രം. തിരിഞ്ഞു നോക്കരുത്. സ്വത്രം. എന്തുകൊണ്ടാണ് ദൈവം അത് പറഞ്ഞതെന്നറിയാമോ? ഇവൻ്റെ ആഗ്രഹം മുഴുവനും ലോകത്തിലാണ്. ഇവൻ്റെ ആഗ്രഹം മുഴുവനും ആ മണ്ണിനോടാ. സ്വത്രം. എന്നാൽ മണ്ണിലേക്ക് നോക്കുന്നവൻ വിണ്ണിൻ്റെ മഹത്വം കാണത്തില്ല. സ്വത്രം. മണ്ണിലേക്ക് നോക്കുന്നവൻ വിണ്ണിൻ്റെ മഹത്വം കാണത്തില്ല. ലോകത്തിലേക്ക് നോക്കുന്നവൻ സ്വർഗത്തിൻ്റെ മഹത്വം കാണത്തില്ല. മനുഷ്യൻ്റെ വാക്ക് കേൾക്കുന്നവൻ ദൈവത്തിൻ്റെ വചനം കേൾക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, ദൈവത്തിൻ്റെ വചനം കേട്ട് ആരനുസരിക്കുമോ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാവും. സ്വത്രം. നോക്ക്, ലോത്ത് കുടുംബവും ദൈവത്തോട് അപേക്ഷ ചെയ്യുക. സ്വത്രം. ദൈവമേ, ഞങ്ങൾ പ്രായമൊക്കെയായി, ഞങ്ങൾക്ക് ആ മലയിലേക്ക് ഓടിപ്പോകാൻ പറ്റത്തില്ല, ഞങ്ങൾ മറ്റിടത്തേക്ക് ഓടിപ്പോവട്ടെ. സ്വത്രം. പറഞ്ഞു, ഓക്കെ, നീ ഓടിപ്പോ, പക്ഷെ തിരിഞ്ഞു നോക്കല്ലേ. സ്വത്രം. നോക്ക്, ഓടിപ്പോയ ലോത്ത് സ്വത്രം ഓടാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരുടെ മനസ്സ് പിന്നെയും അവിടെ തളം കെട്ടി. സ്വത്രം. ദൂതന്മാർ വന്ന് പിടിച്ചുകൊണ്ടോടി. സ്വത്രം. എന്തിനെന്നറിയാമോ? അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടിയാക്കുവാനാ. ഓടുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അവർക്കൊരു രക്ഷയൊരുക്കുവാൻ ദൂതന്മാർ വന്ന് കരത്തിൽ പിടിച്ചുകൊണ്ട് ഓടുമ്പോൾ അവരെ കൈവെട്ടിച്ചിട്ട് ലോത്തിൻ്റെ ഭാര്യ ഒന്ന് തിരിഞ്ഞു നോക്കി. സ്വത്രം. എന്തുകൊണ്ടാണെന്നറിയാമോ? അവളുടെ ആഗ്രഹം വിണ്ണിനോടല്ല, മണ്ണിനോടായിരുന്നു. സ്തോത്രം. നമ്മുടെ ആഗ്രഹവും വിണ്ണിനോടായിരിക്കണം, മണ്ണിനോടാകരുത്. വിണ്ണിലുണ്ട ദൈവം നിനക്ക് മണ്ണിൽ വേണ്ടതൊക്കെ തരും. അതുകൊണ്ട് വിണ്ണിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നീ മണ്ണിൽ നിന്നാലുണ്ടല്ലോ സ്വർഗം നീ ആഗ്രഹിക്കുന്നത് നിൻ്റെ മണ്ണിൽ നിനക്ക് തന്ന് നിറയ്ക്കും. സ്തോത്രം. ഇന്ന് രാത്രികാലം വ്യക്തമായി പറയട്ടെ, സർവശക്തൻ ആർക്കും കടക്കാരനല്ല. സ്തോത്രം. നോക്ക്, ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത്, നിനവെ പട്ടണക്കാർ സ്തോത്രം ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുത്തു. സ്വത്രം. ഒരനർത്ഥം വരുന്നു എന്ന് പലവട്ടം പറഞ്ഞിട്ടും അതിനെ ചെവിക്കൊള്ളാതെ സ്വത്രം. നോക്ക്, യോന ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കാതെ പോയി. എന്നാൽ നോഹ ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിച്ചു. സ്വത്രം. നോഹ പ്രസംഗിച്ചത് ആരും കേട്ടില്ല. ഇവിടെ യോന പ്രസംഗിച്ചത് നിനവക്കാർ കേട്ടു. സ്വത്രം. കേട്ടതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയാമോ? നിനവേക്കാർക്ക് വരുത്തും എന്ന് പറഞ്ഞ സ്വത്രം ആ വിപത്തിനെ സ്വർഗത്തിലെ ദൈവം അവർക്ക് വരുത്താതെ വണ്ണം അവരെ രക്ഷിച്ച് വീണ്ടെടുത്തു. സ്വത്രം. അനുതപിച്ച് കരയുവാൻ, തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ കാര്യത്തിൽ കൊടുക്കുവാൻ, ദൈവവചനപ്രകാരം നിൽക്കുവാൻ, ദൈവത്തോടു കൂടെ യാത്ര ചെയ്യുവാൻ നീ തയ്യാറാകുമ്പോൾ ലോകം നിന്നെ ഒരു പോഷനായി എണ്ണും കേട്ടോ. സ്വത്രം. ലോകത്തുള്ളവർ നിന്നെ മാറ്റി നിർത്തും, നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയും. എന്നാൽ ഇന്ന് രാത്രി
രാത്രികാലം വ്യക്തമായി പറയട്ടെ, നിനവെ പട്ടണക്കാർ ശാപത്തു നിന്ന് വിടുതൽ പ്രാപിച്ചെങ്കിൽ, നാശത്തു നിന്ന് രക്ഷ പ്രാപിച്ചെങ്കിൽ, നിന്നെ വീണ്ടെടുത്ത ദൈവത്തിന് നീ മഹത്വം കൊടുത്താലുണ്ടല്ലോ, ദേശത്തെ ഒരനർത്ഥവും നിന്നെയോ നിന്റെ സന്തതിയോ കടന്നു പിടിപ്പാൻ സ്വർഗം അനുവദിക്കത്തില്ല. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കട്ടളമേലും കുറുവുടിമേലും തളിച്ചതുകൊണ്ട് ഈ സംഹാരകൻ കടന്നു വന്നപ്പോൾ ഇസ്രായേൽ ജനം സംരക്ഷിക്കപ്പെട്ടെങ്കിൽ, ഇന്ന് രാത്രികാലം പറയട്ടെ, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടും ജനിക്കപ്പെട്ട നീയുണ്ടല്ലോ, ലോകത്തിൽ തകർന്നു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. നിന്നെ തകർക്കുവാൻ പിശാചിൻ്റെ തലയെ സർവശക്തൻ തകർക്കേണ്ടതിന് നീ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ നിന്നെ വിട്ടുകൊടുക്കണം. മനുഷ്യൻ പറയുന്ന വാക്ക് കേട്ടുകൊണ്ട് അതിൻ്റെ പുറകെയല്ല പോകേണ്ടത്. ലോകത്തിന് നന്മ കണ്ടുകൊണ്ട് ദൈവത്തെ ത്യജിച്ച് ഓടാതെ, ദൈവ ഇഷ്ടം ചെയ്തുകൊണ്ട് ദൈവമഹത്വം കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് കൂടെ നില്ല്. നീ ഉയർച്ച പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കുകയില്ല. സ്തോത്രം. തങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിൻ്റെ മുമ്പിൽ അവർ ഉപവാസം പ്രസിദ്ധമാക്കി. സ്വത്രം. ആ ഉപവാസത്തിൻ്റെ സൗരഭ്യവാസന സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധി ചെന്നപ്പോൾ സ്വത്രം സ്വർഗം അനുദപിച്ചു. സ്വത്രം. ഇന്ന് രാത്രിയിൽ വ്യക്തമായി പറയട്ടെ, പാട്ടുകാരൻ പറയുന്നത് പോലെ, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുമ്പോഴും, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങളും ആറ്റിലെ മത്സ്യങ്ങളും എല്ലാം സർവേശനെ നോക്കിയിടുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടുവെന്ന് തിരുവെഴുത്ത് പറയുന്നെങ്കിൽ നോക്ക്, നിനവെ പട്ടണത്തിലെ ജനം ഒരുമിച്ച് ദൈവസനം നിലവിളിച്ചപ്പോൾ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ ബാധയെ എടുത്തു മാറ്റി നിത്യ സന്തോഷത്തിലേക്ക് അവരെ ഉയർത്തി മാനിപ്പാൻ സർവശക്തനായ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, കുഞ്ഞെ, നീ ഇറങ്ങി തിരിച്ച നാൾ മുതൽ നിന്നെ നിർത്തിയത് ദൈവമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിനക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണത വെളിപ്പെട്ട് നിൻ്റെ കണ്ണിന് മുന്നിൽ കാണുമെന്ന് നീ വിശ്വസിക്കുമെങ്കിൽ, നിൻ്റെ കഷ്ടത മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, എൻ്റെ രോഗം മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, എൻ്റെ തലമുറയുടെ ഭാവിക്ക് ഒരു പൂർണ്ണത വരുത്താൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ, എൻ്റെ ഭവനത്തിന് ദുസ്ഥിതി മാറ്റി എനിക്ക് മാനിക്കപ്പെട്ട ഭവനം തരുമെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ, നാളെ നിൻ്റെ തലമുറ ഉയർച്ച പ്രാപിക്കുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രിക്കാലം വ്യക്തമായി പറയട്ടെ, അത് നിൻ്റെ കണ്ണുകൊണ്ട് നീ കാണും. അതുകൊണ്ട് അത് കാണിക്കുകയില്ല എന്ന് പറഞ്ഞ് നിന്നോട് പോരാടുന്ന ശത്രുവിൻ്റെ വാക്കുകൾ കേട്ട്, നിന്നോട് വാദിക്കുന്നത് പിശാചിൻ്റെ വാക്കുകൾ കേട്ട്, സ്വത്രം, നിന്നെ വഴി തടുത്തു നിർത്തി നിന്നെ മുൻപോട്ട് വിടുകയില്ല എന്ന് പറയുന്ന മനുഷ്യരുടെ വാക്കുകൾ കേട്ട് നീ പുറകോട്ട് പോകാതെ ദൈവത്തിൻ്റെ വചനം ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി നീ പ്രാർത്ഥിപ്പാൻ തയ്യാറുണ്ടെങ്കിൽ, നീ പാടുവാൻ തയ്യാറുണ്ടെങ്കിൽ, ദൈവത്തെ ആരാധിപ്പാൻ തയ്യാറുണ്ടെങ്കിൽ, സത്യത്തിലും ആത്മാവിലും ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ, കൂട്ടുകാരിൽ പരമായി സ്വർഗം നിന്നെ ഉയർത്തി മാനിക്കും. എൻ്റെ കർത്താവ് അതിന് നിൻ്റെ ജാതി നോക്കത്തില്ല, നിൻ്റെ കുടുംബം നോക്കത്തില്ല, നിൻ്റെ നിറം നോക്കത്തില്ല, നിൻ്റെ വിദ്യാഭ്യാസം നോക്കത്തില്ല, നീ ഏത് പള്ളിക്കാരനാണെന്ന് നോക്കത്തില്ല, സ്വത്രം നിന്നെ നടത്തുന്ന പാസ്റ്റർ ഏതാണെന്ന് നോക്കത്തില്ല. കാരണം നിൻ്റെ ഹൃദയം അവങ്കൽ സ്ഥിരമായിരിക്കുന്നത് കൊണ്ട് നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമറിഞ്ഞ് അവൻ നിന്നെ ഉയർത്തും. അങ്ങനെ ദൈവം നിന്നെ ഉയർത്തുമ്പോൾ നിന്നെ പകച്ചവരും നിന്നെ ദുഷിച്ചവരും നിന്നെ കുറ്റം പറഞ്ഞവരും നിൻ്റെ ദൈവത്തെ ഉയർത്തുന്നത് നിൻ്റെ കണ്ണുകൊണ്ട് നീ കാണും. ആകയാൽ കുഞ്ഞേ, അവരും ഇവരും പറയുന്നത് കേട്ടിട്ട്, ആ വീണ് കിടക്കുന്നവരെ കണ്ടിട്ട്, പിന്മാറ്റക്കാരനെ കണ്ടിട്ട് നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പോടെ നില്ല്. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും കാണുമാറാക്കിയ സ്വർഗത്തിലെ
ദൈവം നിന്നെ ജയത്തോടെ നടത്തും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഒന്ന് കേൾക്കണമേ. ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി വലിയ കഷ്ടം സഹിച്ചു, അനവധി അടിയേറ്റു, അനവധി നിന്ദ അനുഭവിച്ചു, അനവധി തിരസ്കാരങ്ങൾ അനുഭവിച്ചു. എങ്കിലും ഞാൻ അതിനെ ഒന്നും സാരമായി കാണുന്നില്ല. കാരണം എനിക്കുള്ള മഹത്വത്തിൻ്റെ തേജസ് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ കാണുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല എന്ന് ഞാൻ എണ്ണുകയാ. ഞാൻ ഈ ഓടിയതും അധ്വാനിച്ചതും വൃഥാ അല്ല. എൻ്റെ നീതിമാൻ്റെ കൂടെ എനിക്ക് വാസം ചെയ്യുവാൻ എനിക്കൊരിടം അവൻ ഒരുക്കിയിട്ടുണ്ട്. അത് ഓർക്കുമ്പോൾ ഈ മണ്ണിലെ കഷ്ടം സാരമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി വ്യക്തമായി പറയട്ടെ, ദൈവത്തിന് വേണ്ടി നിന്നവർ, ദൈവത്തിൻ്റെ വചനം ചുമന്നവർ, ദൈവത്തിൻ്റെ നാമത്തിന് കൊടുത്തവർ, ദൈവത്തിൻ്റെ സാക്ഷിയാകാൻ ആഗ്രഹിച്ചവർ ഭൂമിയിൽ ഉന്നതന്മാരായിട്ടുണ്ട്. ആരൊക്കെ അവരെ അതിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, ആരൊക്കെ അവരെ ആ നാമം ചൊല്ലി ദൂഷിച്ചിട്ടുണ്ടോ, അവരൊക്കെ അവരുടെ കണ്ണിന് മുമ്പിൽ തകർന്നു വീണിട്ടുമുണ്ട്. അവൻ എത്ര വലിയവനായാലും, എത്ര കുടുംബശ്രേഷ്ഠത പറയാനുള്ളവനായാലും, ഇനി എന്തെല്ലാം വിദ്യാഭ്യാസമുണ്ടായാലും, കുഞ്ഞെ, നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലും നിൻ്റെ മുമ്പിലും അവൻ പരാജയപ്പെടുമെന്ന് വിശ്വസിക്ക്. കാരണം വിജയം നിനക്കാ. കാരണം നിന്നോട് കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. അതുകൊണ്ട് മനുഷ്യൻ്റെ വാക്കല്ല കേൾക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നുവോ അത് പ്രകാരം ദൈവത്തോട് കൂടെ നിൽപ്പാൻ നീ തയ്യാറാകുമെങ്കിൽ, കാണാതെ വിശ്വസിച്ച അബ്രഹാം മഹത്വം കണ്ടതുപോലെ നീയും ആഗ്രഹിക്കുന്ന മഹത്വം കാണേണ്ടതിന് തക്ക സമയത്ത് സർവശക്തൻ നിൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടത് തന്ന് നിന്നെ നിറയ്ക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് ആമേൻ പറ. സ്തോത്രം. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തു നിന്നൊരു പ്രതിഫലം 100 മടങ്ങായി തിരികെ തരുവാൻ മനസ്സുള്ളവനാ ഇന്ന് രാത്രികാലം നീ ആരാധിക്കുന്ന നിൻ്റെ ദൈവം. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്തോത്രം, യോഹന്നാൻ 14:1, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സ്തോത്രം. കലക്കം കൊണ്ടുവരുവാൻ പല തന്ത്രങ്ങൾ, പല പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് പിശാച് നിന്നെ വേട്ടയാടുമ്പോൾ കുഞ്ഞെ, നീ കലങ്ങിപ്പോകരുത്. കാരണം നിന്നോട് കൂടെയുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. അവൻ നിന്നെ വിളിച്ചെങ്കിൽ അവൻ നിന്നെ വഴിയിലിട്ടച്ച് പോകത്തില്ല. ആ വിശ്വാസം പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവസന്നിധി നില്ല്. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. അതിന് ഞാൻ നിങ്ങളുടെ മേൽ എൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്നിരിക്കുക. കുഞ്ഞ്, നീയല്ല ഇന്ന് ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവാ നിന്നിൽ ജീവിക്കുന്നത്. നിൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാ. അങ്ങനെ ആ മന്ദിരത്തെ ഒരു ശത്രു നശിപ്പിക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്നെ വിട്ടുകൊടുക്കാതെ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നീ താഴ്ചയല്ല ഉയർച്ച പ്രാപിക്കും. അങ്ങനെയാണെങ്കിൽ ഉയർത്താമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കിഴി താഴ്ത്തി കൊടുക്കാം. ഈ വചനങ്ങളാ സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ.